ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഐസ്ക്രീമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ വെറും 3 ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഐസ്ക്രീം എന്ന് പറയുന്നത്. പാലും പഞ്ചസാരയും ഒരിച്ചിരി ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 250 ml പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് ഒരു ഇച്ചിരി പാല് വേറൊരു കപ്പിൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് പിന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, പഞ്ചസാരയും ഓറഞ്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും ഫ്ലേവറിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പം ഞാനിനി ഈ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, ഇത് 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മതിയാവും 250 ml പാലിന്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഈ ഇച്ചിരി പാലുണ്ടല്ലോ അതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് ഇച്ചിരി കുറച്ച് പാല് മതി, അപ്പോഴേ നന്നായിട്ട് മിക്സ് ആവുള്ളൂ. ഇതിവിടെ ഞാൻ ഇച്ചിരി കൂടുതൽ പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് മറ്റ് പാല് ഒരു പാത്രത്തിൽ ആക്കിയിട്ട് അത് കാച്ചാൻ വെക്കണം. നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കണം. പിന്നെ ആ സമയം കൊണ്ട് നമുക്കൊന്ന് ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിടാം. പിന്നെ ഓറഞ്ചിന് പകരം നിങ്ങൾക്ക് ഇപ്പം മാങ്ങ സീസണൊക്കെ ആണല്ലോ, അപ്പോൾ മാങ്ങ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ചക്കപ്പഴം അതും പഴുത്തതൊക്കെ ഉപയോഗിച്ചിട്ട് അതൊന്ന് പേസ്റ്റാക്കി എടുക്കുകയും ചെയ്യാം. ഏത് ഫ്ലേവറാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പാലപ്പം ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് വരണം. വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും ഒരുപാട് തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും പഞ്ചസാര ഇടുകയാണ്. ഞാനിവിടെ ഒരു 80 ഗ്രാം പഞ്ചസാരയാണ് ഇടുന്നത്. ഇപ്പം 250 ml പാലിന്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് പാല് തിളച്ച് വരുമ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഗോതമ്പ് കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഇതിലോട്ട് ഒഴിക്കാം. പിന്നെ ഇച്ചിരി കട്ടകളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾക്കത് അടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും പിന്നെ നമ്മുടെ ഐസ്ക്രീമിലൊന്നും വരുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി ഇത് നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇപ്പം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കും വേണം. കുറച്ച് ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ അടി പിടിക്കും. ഞാനൊരു ഇച്ചിരി ഇളക്കാതിരുന്നപ്പോൾ പാലൊന്ന് ഇച്ചിരി അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് കണ്ടോ, നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്, കുറുകി ഒരു നല്ലൊരു ക്രീമി പരുവമായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇനി ഇത് തണുത്തതിന് ശേഷം നമ്മളൊരു മിക്സി ജാറിലോട്ട് മാറ്റിയിട്ട് നമ്മളത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കറക്കിയെടുക്കണം. ഒരു ജസ്റ്റ് ഒന്ന് ഈ പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് മുൻപ് ഞാൻ ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിതൊന്ന് പൾസ് ചെയ്തെടുക്കുക. നമ്മൾക്കൊരു 2 പ്രാവശ്യം ഒന്ന് നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ കിട്ടും നമ്മൾക്ക്. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് ഇത് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ ഒരു 3 മണിക്കൂറാണ് ഇപ്പം ഞാൻ വെച്ചിട്ടുള്ളത്. 3 മണിക്കൂർ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ എടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ എടുത്തിട്ട് ഇതിപ്പം ഞാൻ ഫ്രീസറിൽ വെച്ചപ്പോൾ ചരിഞ്ഞു പോയതുകൊണ്ടാണ് എല്ലാം സൈഡിലോട്ട് വന്ന് കട്ടിയായിരിക്കുന്നത്. ഇനി ഇത് നമ്മളൊന്ന് എടുത്തിട്ട് നമ്മൾ വീണ്ടും മിക്സിയിലിട്ടൊന്ന് അടിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പം തന്നെ ശരിക്കും നല്ലൊരു ക്രീമി ഐസ്ക്രീമിൻ്റെ ചെറിയ ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾക്ക് ആ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അത് ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത് വീണ്ടും മിക്സിയിലിട്ട് അടിക്കുന്നത്. അപ്പം ഞാൻ ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചെടുക്കുന്നേ ഉള്ളൂ, പൾസ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഫ്ലേവറോ ഇതിൻ്റെ ഇടയിൽ വാനില വേണമെങ്കിൽ വാനില എസെൻസോ അങ്ങനെ എല്ലാം ചേർക്കാം. ചോക്ലേറ്റ് വേണമെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ ഇത് ഞാനെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ പത പോലെ ആയിട്ട് വരുമ്പോൾ നമ്മൾക്കത് വീണ്ടും ആ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഫ്രീസറിൽ വയ്ക്കാം. ഇപ്പം ഞാൻ ഒരു ദിവസം വെക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ മിനിമം 8 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു രാത്രി മുഴുവൻ വെച്ചിട്ടുണ്ട്, എന്നിട്ട് രാവിലെയാണ് ഇപ്പം എടുക്കുന്നത്. അപ്പം ഇത് കണ്ടോ നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്കൂപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു കരണ്ടിയാണ് എടുക്കുന്നത്, അത് ഉപയോഗിച്ച് നമ്മൾക്കിങ്ങനെ ഐസ്ക്രീം എടുക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ടെക്സ്ചർ കാണുമ്പോഴേ അറിയാൻ പറ്റുമല്ലോ അല്ലേ, ശരിക്കും നല്ല അതേപോലത്തെ നമ്മൾക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ ഈ കയ്യിലുണ്ടല്ലോ അതൊന്ന് ചൂടാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ ആക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം ശരിക്കും നല്ലതായിട്ട് ഇത് വന്നിട്ടുണ്ട്. നല്ല ഒരു ഐസ്ക്രീമാണ് ശരിക്കും. ഞാൻ തന്നെ ഇത്രയും നന്നായിട്ട് വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നന്നായിട്ട് വന്നതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമല്ലേ, നമുക്ക് ഗോതമ്പ് പൊടി നമ്മുടെ വീട്ടിലുണ്ട്, പാലും പഞ്ചസാരയും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ശരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും ഇത് മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.